ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷമായിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരവസരം കർത്താവ് നൽകിയതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മെ എത്രത്തോളം കർത്താവ് സഹായിച്ചു, അവൻ ഇനിയും നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ ചില വിഷമങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ട് എനിക്ക് പറയുവാനുള്ളത് 20-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യമാണ്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. കഷ്ടതയില്ലാത്ത മനുഷ്യരാരും ഈ ലോകത്തില്ല എന്നുള്ളത് സത്യമാണ്. ഉറുമ്പിന് അരിഭാരമെങ്കിൽ ആനയ്ക്ക് തടിഭാരം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനുഷ്യജീവിതത്തിൽ കഷ്ടത നമ്മുടെ കൂടപ്പിറപ്പാണ്. അതും പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായിത്തീരുമ്പോൾ ആ കഷ്ടത കൂടുതൽ വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും കഷ്ടങ്ങളിൽ നല്ല തുണയായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവം നിശ്ചയമായും കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസമരുളും. നാം നനച്ചിരിക്കാത്ത സമയത്തും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരും. ഞാൻ ഇത്രത്തോളം ദൈവത്തോട് നിലവിളിച്ചിട്ടും ദൈവത്തെ സേവിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതെന്ന് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ വിശ്വസിക്കുക, യഹോവ കഷ്ടകാലത്ത് നമ്മളെ കൈവിട്ട് കളയുകയില്ല. ആ ദൈവം നമ്മോട് കൂടെയിരിക്കും. നമ്മുടെ ഈ കഷ്ടതയും നാം കടന്ന് അപ്പുറം കടക്കേണ്ടവരാണ്. ഈ കഷ്ടത കണ്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്തെ നാം ആകുന്നുവെന്ന് നമുക്ക് ഉറപ്പായും പറയുവാൻ സാധിക്കണം. ഈ കഷ്ടതയൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല. ഈ കഷ്ടതയിൽ ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ അതിനെല്ലാം ജയിച്ച് ഞാൻ നിശ്ചയമായും ജയാളിയായി എൻ്റെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് ജയകരമായി നയിക്കുമെന്ന് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചില പരാജയങ്ങൾ, ചില ഓർക്കാപ്പുറത്ത് സംഭവിച്ച തിരിച്ചടികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ അവയിൽ നിന്നെല്ലാം ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയരുവാൻ കർത്താവിൻ്റെ കൃപയാൽ ജയാളിയായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകും. അതിന് യാതൊരു സംശയവും വേണ്ട. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം, അതായത് നമ്മുടെ ദൈവം, ഏറ്റവും ശ്രേഷ്ഠമായ നാമമുള്ള ദൈവം നമ്മളെ ഉയർത്തും. അവൻ്റെ നാമം നിശ്ചയമായും അവൻ്റെ മക്കളെ ഉയർത്തും. അതുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, വേദനപ്പെടുന്നവർ കർത്താവിൽ പൂർണ്ണമായിട്ട് പ്രത്യാശിക്കുക. ഇതെല്ലാം മാറും. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടങ്ങൾക്ക് ഒരു ശമനമുണ്ടാകും. അവൻ നിശ്ചയമായും ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കും. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റി ക്രിസ്ത്യവിധിയിൽ മുന്നേറാം. അതിനെല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.